ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? പരിപ്പും ചീരയും കൂടി കറി വെച്ചതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായി കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള പരിപ്പ് ചേർക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ചാണ് ചേർക്കുന്നത്. വേകാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, 3 കുഞ്ഞുള്ളി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ സമയം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം 4 വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർക്കാം. ഈ സമയം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ആവശ്യത്തിന് ഉപ്പുപൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് ചീര വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കൊണ്ട് ചീര നല്ലതുപോലെ വെന്ത് കിട്ടും. ഈ സമയം ചീര നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നേരത്തെ വേവിച്ചു വെച്ചിരുന്ന പരിപ്പ് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ചു വയ്ക്കാം. തിളച്ചു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ചീരക്കറി നല്ലതുപോലെ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ കറിയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായി നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.